എന്നാ എന്നാ എങ്ങോട്ടാ എങ്ങോട്ടാ? ഇവിടുത്തെ പ്രിൻസിപ്പലിന്റെ അമ്മായിയമ്മ പെറ്റുകിടക്കുന്നത് കേട്ടു. മാറി നിക്കടാ. ഷൺമുഖത്തിൽ ഞാനൊരു വാല് വെക്കി തുടങ്ങിയോ മാധവൻകുട്ടിയുടെ അടുത്ത്. ഈ കൊണാസടവും കൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. എന്താ മിസ്റ്റർ, വാട്ട് ഇസ് ദിസ്, വാട്ട് യു വാണ്ട്? താനിപ്പോ പറഞ്ഞ ഇംഗ്ലീഷിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട വിദ്യാഭ്യാസമൊന്നും മാധവൻകുട്ടിക്കില്ല. എന്ന് വെച്ച് അന്തസ്സിനും അഭിമാനത്തിനും യാതൊരു കുറവുമില്ല. ആരാ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഈ കതിരൂരങ്ങാടിയിലെ ഓരോ കുഞ്ഞിനോടും ചോദിച്ചാൽ മതി വലിയടത്ത് മാധവൻകുട്ടി ആരാണെന്ന്. പിന്നെ എന്തിനാ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമായ ഒരു മറുപടി ഉണ്ട് മാധവൻകുട്ടിക്ക്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ഈ സ്വാശ്രയ കോളേജുകാര് ഈ വിദ്യാഭ്യാസത്തെ ചന്തയിൽ ആട്ടിറച്ചി വെട്ടുനുറുക്കും പോലെ അമ്മാനമാടുന്നു. അതിനൊരു പരിഹാരം എനിക്ക് കാണണം. രണ്ടിലും അറിയണം. താൻ ആര്? ഈ നാട്ടിലെ കോടതിയോ അതോ അവതാര പുരുഷനോ? അഡ്മിഷൻ തടസ്സപ്പെടുത്താനാണ് ഭാവമെങ്കിൽ താൻ വിവരമറിയും. അത് വേണ്ട സാറേ, കാര്യങ്ങളൊക്കെ നമുക്ക് ആണുങ്ങളെ പോലെ പറഞ്ഞു കൊടുക്കാം. മൂന്നാമതൊരാളെ വിളിച്ച് എന്റെ കൈക്ക് വെറുതെ ആയാസമുണ്ടാക്കണ്ട. അത് പിന്നെ വലിയ പാടായിരിക്കും. ഇവിടുത്തെ ജോലിക്കാർ ഈ നാട്ടിലെ പോലീസുകാരൊന്നും മുട്ടിയാൽ ഒതുങ്ങുന്ന സൈസല്ല ഈ മാധവൻകുട്ടി. അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കും. ഇരിക്കട അവിടെ. തന്റെ ഭരണമൊക്കെ ഇവിടുത്തെ പിള്ളന്മാരോട് മതി. കൊമ്പത്തെ പഠിപ്പടിച്ച ആളാണെന്ന് ഞാൻ നോക്കുക. എന്റെ സ്വഭാവം തനിക്ക് അറിഞ്ഞുകൂടാ. ഹേ മിസ്റ്റർ, എന്നതാ അവിടെ ബഹളം? മാനേജർ സാർ, ഇയാളുടെ വലിയ കുഴപ്പമുണ്ടാക്കാനുള്ള പുറപ്പാടോ? മാനേജർ സാർ വന്നിരിക്കുന്നു. തന്റെ പരാതിയൊക്കെ അവിടെ പറ. ആരോടെ? മാധവൻകുട്ടിയോ? ഊമ്പിളിയോ ഊമ്പി? അല്ല, ഇതാര്? ശങ്കരനോ? എത്ര കാലമായി തന്നെയാണ് കണ്ടിട്ട്. അല്ല, താനാണോ ഇപ്പോൾ ഇതിന്റെ മുതലാളി? മാധവൻകുട്ടി, ഞാൻ ഈ കോളേജിന്റെ മാനേജറാ. എന്ത് തോന്നിയ ദിവസം കാണിക്കാനാ താനോട് വന്നത്? തോന്നിയാസം? അത് നല്ല പ്രയോഗം. അല്ല, ശങ്കരനിപ്പം എന്ന് മുതലായി ബിസിനസ്സിലേക്ക് കയറിയത്? ചെമ്മീൻ ബിസിനസ്സും റിയൽ എസ്റ്റേറ്റും ബ്ലേഡ് കമ്പനിയും ഒക്കെ കൂട്ടിപ്പോയോ? അതോ ബിരിയാണിയോട് മുട്ടിയോ? താനെന്താണോ എന്നെ കളിയാക്കാണോ? അയ്യോ, കളിയാക്കാണോ? എന്റെ പഴയ വീട്ടുകാരൻ ഞാൻ കളിയാക്കാണോ? പ്രിൻസിപ്പൽ സാറിന് അറിയണോ? 10-30 കൊല്ലം മുമ്പ്, അതായത് മാധവൻകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ബെസ്റ്റ് ചങ്ങാതിയായിരുന്നു ഈ ശങ്കരൻ സാറ്. മറക്കാൻ പറ്റുമോ ഇവനെ? കുട്ടിശങ്കരൻ എന്നായിരുന്നു അന്നത്തെ ഇവന്റെ വിളിപ്പേര്. അന്നത്തെ ഇവന്റെ കുരുട്ടുബുദ്ധിയും സാമർഥ്യമൊക്കെ കണ്ടപ്പോ എനിക്ക് ഉറപ്പായിരുന്നു സാറേ, ഇവൻ വലിയൊരു മുതലാളിയാവുന്നു. ഒരു ഒന്നാം മുതലാളി. മിസ്റ്റർ മാധവൻകുട്ടി, ഒന്ന് നിർത്തണോ തന്റെ വാചക കസരത്ത്? താൻ എന്തിനാ ഇപ്പൊ കൂടെ വന്നു പറ. ഏതായി പയ്യൻ? മിസ്റ്റർ എന്നുള്ള പ്രയോഗമൊന്നും താൻ എന്നോട് വേണ്ട ശങ്കര. അതൊന്നും ശരിയാവില്ല. താനിപ്പം വലിയ സ്റ്റാറ്റസുകാരനല്ലേ. പിന്നെ ഈ പയ്യനില്ലേ, എന്റെ കാര്യസ്ഥന്റെ അനിയന. ഡോക്ടർ പരീക്ഷ പാസ്സായി ഇവിടെ ചേരാൻ വന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച. ലക്ഷങ്ങളില്ല എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് പുറത്താക്കിയില്ലേ ഇവനെ. ഇവനെ പോലുള്ളവരുടെ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനാണ് മാധവൻകുട്ടി വന്നത്. അല്ല, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എന്തു പരിഹാരം? മാനേജ്മെന്റ് പറയുന്ന ഫീസില്ലാതെ പഠിക്കുന്ന അസാധ്യം. കോടതി വിധിയൊക്കെ തനിക്ക് അറിഞ്ഞുകൂടെ? സ്വാശ്രയ കോളേജിന്റെ ഫീസിന്റെ മുഴുവൻ തീരുമാനം മാനേജ്മെന്റ് ആണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. താൻ ഈ ലോകത്തൊന്നും അല്ലേടോ? ഏത് കോടതി? ദൈവത്തിന്റെ കോടതിയൊന്നുമല്ലല്ലോ. ഒരു മനുഷ്യജീവി പ്രസ്താവിക്കുന്നല്ലേ ഈ കോടതി വിധി. പണവും പ്രതാപവും വാരിക്കൊടുത്താല് കോടതി വരെ കാഴ്ചവെച്ചിലാക്കാനുള്ള നിലയിൽ എത്തിച്ചില്ലേ തന്നെ പോലുള്ള മുതലാളിമാർ. മോനെ ശങ്കര, നന്മയും നീതിയും മനസാക്ഷിയും ലെവലേശമുണ്ടെങ്കിൽ എല്ലാ കോടതിയും മാറ്റി നിർത്തി തന്റെ മനസ്സിന്റെ കോടതിയിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു. നിങ്ങൾ പറയുന്ന ഫീസിന്റെ 10-1 പോലെ ഈ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാം. അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു പോകും ഇവനെ പോലുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആയിരക്കണക്കിന് പിള്ളേർ ഈ മേഖലയിൽ നിന്ന്. കരിമ്പും ചെണ്ട് പോലെ ആയിപ്പോകും ഭാവിയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ. മാധവൻകുട്ടി, നിങ്ങൾ ഈ പറയുന്ന ശുദ്ധ വേദാന്തം ഇന്നത്തെ അവസ്ഥയിൽ ഒരു സ്വകാര്യ കോളേജ് നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ട് നിനക്കറിയില്ല. പ്രത്യേകിച്ച് ഒരു വെൽ ഡെവലപ്ഡ് മെഡിക്കൽ കോളേജ്. ഈ ഒരവസ്ഥയിൽ മാനുഷിക മൂല്യത്തെക്കാൾ ഒരല്പം കച്ചവടബോധം തന്നെ വേണം. നിങ്ങളും ഈ അവസ്ഥയിൽ വന്നാൽ ഇങ്ങനെയൊക്കെ പെരുമാറും. നിങ്ങളും ഒരു ബിസിനസ്സുകാരനല്ലേ മാധവൻകുട്ടി? എന്റെ തലപ്പത്തുനിന്ന് വന്നു നോക്ക്. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യൂ. നിങ്ങളും ഒന്ന് കണ്ണടയ്ക്കും. ഇല്ല ശങ്കര, തന്നെ പോലെ പെട്ടിയിൽ കുമിഞ്ഞുകൂടിയ കാശിന്റെ വളവളപ്പിൽ കണ്ണു മഞ്ഞളിച്ച് നേരും നെറിയും കെട്ട ഒരു പണിയും ചെയ്തിട്ടല്ല മാധവൻകുട്ടി ഇക്കാലം അത്രയായിട്ടും. കഷ്ടപ്പെട്ട് സമ്പാദിച്ച മാധവൻകുട്ടി ഈ നിലയിലെത്തിയത്. പിന്നെ താൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഞാനും ഒരു ബിസിനസ്സുകാരനാണ്. മറ്റുള്ളവരുടെ വയറ്റത്തടിക്കാതെ നല്ല അന്തസ്സോടുകൂടി ഒരു ബിസിനസ് നടത്തുന്ന ഞാനും. അതുകൊണ്ട് ഏൽപ്പിച്ചോ സാറന്മാർ ഈ കോളേജ്. അന്തസ്സോടെ ആത്മാർത്ഥതയോടെ നോക്കി കാണിച്ചു തരാം ഈ മാധവൻകുട്ടി. ഒന്ന് നിർത്തു മാധവൻകുട്ടി.
പിന്നെ താൻ എന്റെ ഒരു പഴയ കൂട്ടുകാരനായതുകൊണ്ടും തന്റെ അച്ഛൻ എന്റെ അച്ഛന് ചെയ്ത ഉപകാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും വേണമെങ്കിൽ തന്റെ ആ പയ്യന് ഞാൻ ഇളവ് ചെയ്യാം. ഫീസിന് ഒരു 50% ഇളവ്. എന്താ പോരെ? ഓ, 50% എന്ന് പറയുമ്പോ 10 ലക്ഷത്തിന് പകരം 5 ലക്ഷം രൂപ അല്ലേ? തനിക്ക് മാത്രം ഞാൻ ചെയ്യുന്നൊരു ഫേവർ. എഗ്രി? നാണം കെട്ടവനെ, മാധവൻ കുട്ടിയോട് വിലവേശം വന്നിരിക്കുന്നു. അതിന് മാത്രം വളർന്നോടാ നീ. തന്റെ ഒരു ഔദാര്യം വേണ്ട ഈ പയ്യന്. ഇവനെപ്പോലുള്ള കഴിവും പ്രാപ്തിയുള്ള പിള്ളേരെ തന്നെപ്പോലുള്ള പണക്കൊതിയന്മാരുടെ കടുംപിടുത്തത്തിൽ ഞെരിഞ്ഞില്ലാതാകുമ്പോൾ അതിനെ കണ്ടില്ലെന്നടിച്ച് തന്റെ ഔദാര്യം ഞാൻ സ്വീകരിക്കണം. ഇവിടെ തന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർ ഭരിക്കുന്ന ഇത്തരം കോളേജുകൾ പഠിപ്പിക്കുന്നില്ല ഇടവൻ. പിന്നെ താൻ പറഞ്ഞു കോളേജ് നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്. കൊള്ളലാഭവും സുഖലാഭവുമല്ലാതെ എന്ത് ബുദ്ധിമുട്ടാണ് തനിക്കൊക്കെ? സാമൂഹ്യ സേവനവും പുരോഗതിയും ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാനുള്ള നിങ്ങളിങ്ങനെ ഡൊണേഷനും കോഴകളും കൊണ്ട് കേരളത്തെ ഒരു വിദ്യാഭ്യാസ മാഫിയ സംസ്കാരത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയും ഈ തെമ്മാടിത്തരങ്ങൾ നോക്കി നിൽക്കാൻ കഴിയില്ല മാധവൻകുട്ടിക്ക്. അതുകൊണ്ട് കേട്ടോ, തുടങ്ങാൻ പോവുക മാധവൻകുട്ടി ഇത്തരം സ്ഥാപനങ്ങൾ. എന്റെ കച്ചവടവും പുരയിടവും വിറ്റ് തെറുക്കേണ്ടി വന്നിട്ടാണെങ്കിൽ പോലും അവിടെ നേരും നെറിയുമുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മാധവൻകുട്ടി വെറും വാക്ക് പറഞ്ഞതല്ല, ഇതൊക്കെ കണ്ട് മാറ്റി ചിന്തിക്കേണ്ട കാലം വരും നിങ്ങൾക്ക്. വന്നേ തീരൂ. എന്നാ പോട്ടെ മോനെ ശങ്കര. അതാ